ഹലോ ഗായ്സ്, അപ്പോൾ പലകലോട്സിൻ്റെ വേറെ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോയിലാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോയിൽ നമ്മുടെ BGM വൈറ്റ് നമ്മൾ സാധാ മൾട്ടിപ്ലെയർ കളിക്കുന്നത് നമ്മൾ 3 പേരുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 പേര് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതേ നമുക്ക് നേരെ കളി സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ ഗായ്സ്, ഇതേ മൈൻക്രാഫ്റ്റിൽ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ്. ഇൻഫിനിറ്റ് വണ്ടേഴ്സ്, എൻഡ്ലെസ് പോസിബിലിറ്റീസ്, ലിഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഓൺ ബോട്ട്സ്. സോ ഗൈസ്, അങ്ങനെ എന്തൊക്കെയോ കോഡ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ. വേറെ എന്തെങ്കിലും വരുമോ നമുക്ക് നോക്കാം. എൻഡർമാൻ ലാംഗ്വേജ് ഇസ് ആക്ച്വലി ഇംഗ്ലീഷ് ഇൻ റിവേഴ്സ്. സോ ഗൈസ്, അതെന്ത് എഴുതിയേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓ ഗൈസ്, ഇതേ നമ്മുടെ വേൾഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഗൈസ്, ഇതേ നമ്മൾ ആദ്യം നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ നിർത്തിയ ഇടത്തു നിന്നല്ല നമ്മൾ തുടങ്ങിയത്. നിർത്തിയ ഇടത്തു നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് അവിടെ തന്നെയായിരുന്നു. ബട്ട് എന്ത് ചെയ്യാനാ, ഞാനിത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയി ഗൈസ്. ഏത് തെറ്റൊക്കെ ആർക്കും പറ്റും ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. സോ അതേ, നമുക്ക് ഇവിടം തൊട്ട് കളി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ, കുറേ അറ്റാക്സ് കാര്യങ്ങളൊക്കെ കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്. ഗൈസ്, അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. എന്ത് ചെയ്യാനും മണ്ടത്തരാണ് കാണിച്ചത്. സോ ഗൈസ്, നമ്മൾ പുതിയൊരു മോഡ് കയറ്റിയിട്ടുണ്ട് ഗൈസ് ഇതിനകത്ത്. ഇതേ കണ്ടോ, ടോർച്ച് പിടിക്കുമ്പോൾ ലൈറ്റ് കത്തും, പക്ഷേ സം ടൈംസേ ഉള്ളൂ ഗൈസ്. ഡിസ്കോ കളിക്കുകയാണ് ഗൈസ്. ഇതേ നമ്മളിത് പിടിക്കുമ്പോൾ കണ്ടോ ഇതിൽ ഈ മോഡിന് ചെറിയ ഗ്ലിച്ച് ഉണ്ടെന്നാണ് ഗൈസ് തോന്നണത്. സോ ഗൈസ്, എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കളയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എന്തായാലും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇടയ്ക്കെങ്കിലും കത്തും ഗൈസ്. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇതേ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓ യെസ്, നമ്മൾ എടുത്തു തിരിച്ച്. സോ ഗൈസ്, ഇതേ വാട്ടർ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട് അവന്മാർ. എന്ത് ചെയ്യാനാണ്, നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ ഗൈസ്. ഗൈസ്, നമുക്കിത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മൈൻ ചെയ്തിട്ട് ഇറങ്ങിച്ചെല്ലാമെന്നാണ് തോന്നണേ. ഇതേ നമ്മൾ മേളിലത്തെ സ്റ്റോൺ ആദ്യം മൈൻ ചെയ്യുക. സോ ഗായ്സ്, നമ്മുടെ താഴത്തെയും കൂടെ മൈൻ ചെയ്തേക്കാം. അതും കൂടെ മൈൻ ചെയ്ത് നമുക്ക് താഴത്തെ എന്നെ ഉള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. സോ ഗായ്സ്, ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകേണ്ടതുകൊണ്ട് BG പറയുന്നത്. നമുക്ക് മേലോട്ട് കയറി പോകാം ഗായ്സ്. ഇനി എങ്ങാനും കൂട്ടം തെറ്റിപ്പോയ സീനാവും. നമ്മൾ വേറെ എവിടെ പോകണം, ഇവർ വേറെ എവിടെയെങ്കിലും നിൽക്കും. അത് വേറെ വലിയ സീനാണ് ഗൈസ്. സോ ഗായ്സ്, നമ്മുടെ വൈറ്റ് പെട്ട് ഗൈസ്. വൈറ്റ് ഒരു കേവ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ നേരെ വന്ന് ചാടി. ദേ താര ചാടി ഗൈസ്. ആരോ വന്ന് ചാടിയില്ല അല്ലേ. ദേ നമ്മുടെ BG ഇപ്പം ചാടിയിട്ടുണ്ട്. ദേ ഗൈസ്, ഇവിടെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ. ഇനി ആരെങ്കിലും ടോർച്ച് പിടിച്ചിരിക്കില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ എന്തായാലും ഇല്ല. ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഇല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ BG പിടിച്ചിട്ടുണ്ടെന്നാണ്. BG പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ വെളിച്ചം നിറച്ചൊന്ന് പടർന്നു ഗൈസ്. ദേ നമുക്കിനി ഇങ്ങോട്ട് ചാടാം. നമുക്ക് മെല്ലെ താഴോട്ട് പോവാം. താഴെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കാൻ ചേർന്ന ഗൈസ്. നമുക്ക് ജസ്റ്റ് ദേ കുറച്ച് ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോർച്ച് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ലായിരിക്കും. നമുക്കിവിടെ ഫർണസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇത് ഗൈസ്, നമ്മുടെ ഫർണസ് ഇവിടെ വെച്ചിട്ടുണ്ട്. റോ ചിക്കൻ കുക്ക് ചെയ്യാം ഗൈസ്. നമുക്ക് നമ്മുടെ ഹങ്കർ ലെവൽ അത്യാവശ്യം കൂടുതലാണ്. നമ്മൾ വിശന്നിരിക്കുകയാണ് ഗൈസ്. സോ നമ്മുടെ ഹെൽത്തും അത്യാവശ്യം കുറവാണ് ഗൈസ്. സോ അതെ, നമ്മുടെ BG ഒരു സോംബീനെ കൊന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണ്ടേ? ഫുഡ് ഇത് റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്ക് പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്താണ് ഗൈസ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് അറിയില്ല. നമ്മുടെ വൈറ്റിങ് കൂടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതേ വൈറ്റിക്ക് ഷീൽഡ് വേണമെന്ന് പറയണു. ഇതേ വൈറ്റിക്ക് നമ്മൾ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്ക്ഡ് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, എന്ത് ചെയ്യണ്ടേ? നമുക്കിനി സ്വാഡ് വല്ലതും ഉണ്ടാക്കണോ? ഒന്ന് നോക്കി നോക്കാം സ്വാഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. സോ ഗൈസ്, നമുക്കൊരു വടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും 4 വടി കിട്ടിയിട്ടുണ്ട്. 4 വടി നമുക്ക് എടുക്കണോ? വേണ്ട. യെസ്, ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഗൈസ് എടുക്കാൻ പറ്റണില്ല ഗൈസ്. എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ എടുത്തതാണെന്നാണ് തോന്നണേ ഗൈസ്. അത് കുറേ നേരം ഇങ്ങനെ നമ്മൾ ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായി. അത് അതിൻ്റെ അവിടെ വരും.
ഇൻവെൻ്ററി കയറി വരും, നമ്മളത് എടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് ചെറുതായിട്ടൊരു അബദ്ധം ഇടയ്ക്ക് വെച്ച് കളിച്ചാൽ പറ്റിയതാണ്. അപ്പോൾ ഗൈസ് ദേ നമുക്ക് സ്വാഡ് കുറേ എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വല്ല ആവശ്യം വന്നാലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്ക് രണ്ടും മൈൻ ചെയ്തെടുക്കാം. ദേ താഴെ ആരോ നിൽക്കണേന്ന് നോക്കിയാൽ ഗൈസ്, നമ്മുടെ ബീജിയും വൈറ്റിയും ആരോ കൊല്ലാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് നോക്കി നോക്കാം ആരെയാണ് അതിനെ ഗൈസ്. ദേ ഗൈസ് കണ്ടോ, ഇവിടെ കോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ നമ്മുടെ ബീജി മേളിലോട്ട് കയറി വന്നു. സോ ഗൈസ് അവൻ മേളിലോട്ട് കയറി വന്നെന്തിനാന്നൊരു പിടിയില്ല. അതായത് നമ്മുടെ വൈറ്റ് താഴെ നിൽപ്പുണ്ട് കേട്ടോ. ദേ ബീജി എന്താ പറ്റിയേ ഒന്നും അറിയില്ല ഗൈസ്. ദേ ഓ മൈ ഗോഡ്, ബീജിയുടെ ഹെൽത്ത് അല്ല ഗൈസ്, ഹങ്കർ കൂടിയും തോന്നുന്നു, വിശപ്പ് കൂടിയും തോന്നുന്നു ഗൈസ്. ദേ പുള്ളിക്കാരൻ്റെ ഹങ്കർ മീറ്ററിൽ വിശപ്പ് ഇത് കൂടുതലായിട്ടായിരിക്കും കാണിച്ചേക്കുന്നത്. ഓ ഗൈസ് നമ്മുടെ വൈറ്റിക്ക് അതിനിടയ്ക്ക് ഡാമേജ് പറ്റുന്നുണ്ട്. ദേ ബീജിക്കും ഡാമേജ് പറ്റുന്നുണ്ട്. ദേ ഓ ഗൈസ് ഇത് നമ്മുടെ വിച്ച് ഗൈസ് പോയിസൺ എറിയുന്നതാണ്. വിച്ച് പോയിസൺ എറിയുമ്പോൾ ഒറ്റവർക്ക് കൊള്ളുന്നുണ്ട് നമ്മുടെ ഈ ബീജിക്കും വൈറ്റിക്കും. ഗൈസ് ഇപ്പോൾ അവർക്ക് ഡാമേജ് കുറഞ്ഞെന്ന് തോന്നുന്നു. ദേ വീണ്ടും കഴിക്കുന്നുണ്ട് നമ്മുടെ ബീജി. ഓ ഗൈസ് ദേ നമ്മുടെ വിച്ചെറിഞ്ഞ പോയിസൺ അഫക്റ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ റീജനറേറ്റ് ആവാനുള്ള കഴിവുണ്ടായിരിക്കും ഗൈസ് മേ ബി. ഒരു പിടിയില്ല, നമ്മൾ ഈ വിച്ചിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ല. നമുക്ക് നേരെ വിച്ചിനെ ഒന്ന് അറ്റാക്ക് ചെയ്യാം. ഓ ഗൈസ് വിച്ചിനെ അറ്റാക്ക് ചെയ്യാൻ പോയാൽ നമുക്ക് പറ്റി ഗൈസ് അബദ്ധം. നമുക്ക് മേളിലോട്ട് കയറി പോയാലോ? നമുക്ക് മേളിലോട്ട് കയറി പോകാം ഗൈസ്, ഇവിടെ ഉള്ള സേഫ് അല്ല. ഗൈസ് നമുക്ക് കഴിക്കാം, എന്തെങ്കിലുമൊക്കെ കഴിക്കാം ഗൈസ്. നമ്മുടെ കുക്കഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ. സോ ഗൈസ് ഇതെങ്ങനെ കയറുന്നേ ഗൈസ്? ഇവിടെ നിന്ന് ചാടുമായിരിക്കും ഗൈസ് കയറിയിട്ടുണ്ട് നമ്മൾ. സോ ഗൈസ് നമ്മളിനി ഇതിൻ്റെ മേളിലേക്ക് കയറണം. ദേ നമ്മളെത്തിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് മൈൻഡ് ചെയ്താൽ ഗൈസ്. സ്റ്റോൺ പിക്കാസ് എടുത്ത് മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്കിതേ ടോർച്ചങ്ങ് എടുത്തേക്കാം. നമുക്കിനി താഴോട്ട് ഇറങ്ങിയാലോ ഗൈസ്? നമുക്ക് എങ്ങനെയെങ്കിലും ആ വിച്ചിനെ കൊല്ലണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓ ഗൈസ് പിക്കാക്സ് എടുത്തിട്ട് കാര്യമില്ല ഗൈസ്. ഗൈസ് നമ്മൾ ഒറ്റ വെട്ടിനെ കൊന്നിട്ടുണ്ട് സാധനത്തിനെ. സോ ഗൈസ് ഇത് നമ്മുടെ വിച്ചിനെ നിന്ന് കുറേ സാധനം കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിച്ചു ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ പെവർ എന്ന് പറയണേ, പെവർ. ഇനി നമുക്ക് മേളിലോട്ട് കയറി പോകുന്നേരെ നമ്മളിതേ ഫസ്റ്റ് ലെവലിൽ നിന്ന് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീജി ചത്തുപോയി എന്ന് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ ആരായിരുന്നു നമ്മുടെ സ്കെലിട്ടൻ കൊന്നാണ് ഗൈസ്. സ്കെലിട്ടൻ അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടെണ്ണം കൊണ്ട് ഗൈസ്, ഒരെണ്ണം നേരത്തെ കൊണ്ട് ഒരെണ്ണം ഇപ്പോഴും കൊണ്ടു. നമുക്കിനി മേളിലോട്ട് കയറി പോവാം, ഉള്ള നേരത്തെ രക്ഷപ്പെടാം ഗൈസ്. നമ്മുടെ വൈറ്റ് പോരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നമുക്കിതും മൈൻഡ് ചെയ്തേക്കാം. സോ ഗൈസ് മേളിലോട്ട് നമ്മൾ പറ്റും വിധം വേഗം കയറുന്നുണ്ട്. സോ ഗൈസ് ഇവിടെ കുറേ ഓറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ ബീജി എടുത്തു എന്ന് തോന്നണേ. പക്ഷേ ബീജിയുടെ സാധനങ്ങൾ ഇപ്പോൾ ബീജിയുടെ കയ്യിലില്ല ഗൈസ്, ബീജി മരിച്ചു പോയില്ലേ. നമ്മുടെ വൈറ്റ് കൊണ്ട് സാധനം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഗൈസ് നമ്മുടെ വൈറ്റ് എങ്ങനെയോ സ്റ്റോണൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് പോവാം ഗൈസ്. സോ നമ്മൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട് കയ്യിൽ. നമുക്ക് കോബിൾ സ്റ്റോൺ കുറേ ഉണ്ട് ഗൈസ്, അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വൈറ്റ് എങ്ങനെയാണ് ഗൈസ് എത്തിയത്? അവിടെ ഒരു പിടിയില്ല നമുക്ക്. നമുക്കൊന്ന് ജസ്റ്റ് മേലോട്ട് നോക്കി നോക്കാം. ഇതിനിങ്ങനെ വെച്ച് പോയ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വൈറ്റ്. അത് കൊള്ളാം ഗൈസ്, വൈറ്റ് അങ്ങനെ ഒരു ഉപകാരം ചെയ്തല്ലോ, നല്ല വലിയ കാര്യമാണ് ഗൈസ്. നമുക്കപ്പോൾ ഇനി ഇതങ്ങ് മൈൻഡ് ചെയ്തേക്കാം. മൈൻഡ് ചെയ്ത് മേളിലോട്ട് കയറാം, നമ്മുടെ വൈറ്റിയുടെ അടുത്തേക്ക് എത്താം ഗൈസ്. ഗൈസ് ഉള്ള നേരത്തെ മൈൻഡ് ചെയ്ത് കയറാം ഗൈസ്. ഓക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഗ്രാസൊക്കെയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇപ്പോഴും പുറം ലോകം ആയിട്ടില്ല, പുറം ലോകം മേളിലാണ് ഗൈസ്. പുറത്തേക്കുള്ള ലോകത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കയറി പോകണം ഗൈസ്. നമ്മൾ ആ ഗുഹ അടച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കയറണം. വൈറ്റ് ഗെയിമർ ലെഫ്റ്റ് ആയി എന്ന് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് വൈറ്റ് ഗെയിമർ ലെഫ്റ്റ് ആയോ, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്. ഇനി നമുക്ക്
ഫസ്റ്റ് ഓഫ് ഓൾ ഡേർട്ട് കളയണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എന്തായാലും മൈൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു നമുക്കിവിടെ സ്റ്റോൺ വെക്കണമെന്ന്. സ്റ്റോൺ വെച്ചാൽ ആദ്യം ഈ വെള്ളമുള്ള വശം അടയ്ക്കണം. സോ ഗൈസ് നമ്മൾ അടച്ചിട്ടുണ്ട്. നമുക്ക് നേരെ മേളിലോട്ട് കയറിപ്പോകാനുള്ള സംഗതി സെറ്റാക്കണം. സോ ഗൈസ് നമുക്ക് നേരെ മേളിലേക്ക് കയറിപ്പോവാം. അതിനുവേണ്ടി എന്താ ഗൈസ്, അതിനുവേണ്ടി ആദ്യം സ്റ്റോൺ എടുക്കണം ഗൈസ്. നമ്മുടെ കയ്യിൽ സ്റ്റോൺ ഉണ്ട്. കോബിൾ സ്റ്റോൺ എടുത്ത് നേരെ മേളിലോട്ട് വെച്ച് പോവാ. ഇത് ഗൈസ് ഇനി നമുക്ക് ഡേർട്ട് മൈൻ ചെയ്യാം അവിടുത്തെ. ഗൈസ് ഇപ്പോൾ ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ വെർഷൻ നമ്മൾ കളിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഒറിജിനൽ കളിക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടില്ല. ഈ അടുത്ത ഇടയ്ക്കാണ് ഗൈസ് ഈ ഒറിജിനൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതി നമുക്ക് അറിയണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ വരെ നമ്മൾ മൈൻക്രാഫ്റ്റ് ബീറ്റ വേർഷനും മൈൻക്രാഫ്റ്റിൻ്റെ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സോ ഗൈസ് ഇപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് കളിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഇന്നേ വരെ മൈൻക്രാഫ്റ്റ് ഒറിജിനൽ കളിച്ചിട്ടില്ല. അപ്പോൾ അതും നിങ്ങളുടെ മുന്നിൽ വെച്ച് കളിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഗൈസ്. സോ ഗൈസ് നമ്മുടെ ഒരു വോള് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫെദർ കളഞ്ഞപ്പോൾ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ബോൺ കളഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ബാക്കിയിരുന്ന മീറ്റോ എന്തിൻ്റെ മീറ്റാണെന്ന് അറിയത്തില്ല, മീറ്റ് എന്തോ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് ഷീപ്പിനെ ആരെങ്കിലും ചെയ്തായിരിക്കുന്നത്, കില്ല് ചെയ്തായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഷീപ്പിനെ ഇല്ലേ വൂളും ഈ മീറ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഗൈസ് അപ്പോൾ അതാണ്. അപ്പം നമുക്ക് നേരെ ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കിയല്ലോ ഗൈസ്. ഇവിടെ വെച്ചൊരു ബോട്ട് ഉണ്ടാക്കാൻ തോന്നുന്നു. സോ ഗൈസ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിള് ആദ്യം ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. സോ ഗൈസ് ഇത് പറ്റിയ സ്ഥലം തോന്നുന്നു. ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സോ നമ്മൾ ഉണ്ടാക്കണ ഗൈസ് നമുക്കിത് നേരെ സ്പ്രൂസ് പ്ലാങ്ക് എടുക്കുന്നതിന് മുന്നെയാണ് ഗൈസ് ഞാൻ കണ്ടത് നമ്മുടെ ബോട്ട് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഗൈസ്. സോ പത്തറ്റിക് സിറ്റുവേഷൻ നമ്മൾ കാണാതെ പോയല്ലോ ഗൈസ്. നമ്മളിപ്പോൾ എന്തായാലും കണ്ടു. നമുക്കിപ്പോൾ എന്തായാലും പോവാം. നമ്മുടെ ബീജി ഒരു വില്ലേജ് കണ്ടുപിടിച്ചെന്നാണ് ഗൈസ് പറഞ്ഞത്. ഇപ്പം പറഞ്ഞേ ഉള്ളൂ. അപ്പം നമുക്കിതേ അതുവഴി അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. നമ്മുടെ ബീജി പറഞ്ഞ പൊസിഷൻ ഗൈസ് ഇതുവഴിയല്ല ഗൈസ്. നമ്മുടെ ബീജി പറഞ്ഞ പൊസിഷൻ എനിക്ക് തോന്നുന്നു നമ്മളത് ഈ പോണ ഡയറക്ഷനിലാണ് തോന്നുന്നു. സോ ഗൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റണല്ലോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ വെള്ളയായിട്ടിരിക്കുന്ന ഐസി കൂടെ ബോട്ട് ഓടിക്കാൻ പറ്റില്ല എന്നാണ്. ഈ ബ്ലൂ ആയിട്ടിരിക്കുന്ന ഐസി കൂടെ പറ്റത്തുള്ളൂ എന്നാണ് ഗൈസ് തോന്നണത്. നമ്മുടെ മറ്റേ ഇല്ല ഗൈസ്, നമ്മുടെ ഈ വെള്ള ഐസ് സ്നോഫാൾ വന്നിട്ട് ഉള്ളതാണല്ലേ ഗൈസ് തോന്നണത്. അത് ലാൻഡിൽ സ്നോഫാൾ വന്നിട്ട് അതിൻ്റെ മേലെ കട്ട് പിടിച്ചെടുക്കുന്ന സ്നോയാണ്. അപ്പോൾ ലാൻഡിൻ്റെ മേലെ നമുക്ക് ബോട്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. സോ ഗൈസ് അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഗൈസ്. കണ്ടോ ഗൈസ് ഇവിടുത്തെ ഒരു ബാരിയർ പോലെയാണ്, നിങ്ങൾ കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല ഗൈസ്. ഇതേ ബോട്ടിലേക്ക് നമുക്കിനി ബോർഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഗൈസ്. ബോട്ട് ജസ്റ്റ് ഒന്ന് പൊളിക്കാൻ നോക്കിയതാണ്. നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോയി ഗൈസ്. അതിൻ്റെ ഹെൽത്ത് ഫുള്ളും പോയി. സോ ഗൈസ് അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഒന്നെങ്കിൽ ഒരു പുതിയ ബോട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ബോട്ട് തന്നെ പോകണം. പക്ഷേ ഈ ബോട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ബോട്ട് ഉണ്ടാക്കാം. പുതിയ ബോട്ട് ഉണ്ടാക്കാനുള്ള സപ്ലൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആ ഒരു ബോട്ടിന് വേണ്ടി അവിടെ നിൽക്കുന്നത്. നമുക്ക് നേരെ വേറെ പുത്തൻ ബോട്ട് ഉണ്ടാക്കാം ഗൈസ്. സോ നമ്മൾക്ക് ആദ്യം ഗൈസ് അതിന് മുന്നേ നമുക്ക് വൈറ്റിനെ ആഡ് ചെയ്യണം ഗൈസ്. വൈറ്റിനെ ആഡ് ചെയ്യാൻ നോക്കി ഗൈസ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല. നമുക്ക് ഇനി ബോട്ട് ഉണ്ടാക്കാം ഗൈസ്. ബോട്ട് ഉണ്ടാക്കാൻ സോ ഗൈസ് നമ്മൾ അതിൻ്റെ രീതിക്ക് വെക്കണം ഗൈസ്. ഇതെങ്ങനെയാ ഗൈസ്? വുഡിൻ്റെ വുഡൻ പ്ലാങ്ക്സ് ഒരെണ്ണം ഇവിടെ വെക്കണം. പിന്നെ ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കുറേ സ്പ്ലിറ്റ് ചെയ്ത് മേളിലും വെച്ചിട്ടുണ്ട്. സോ ഗൈസ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. 8 പ്ലാങ്ക്സ് നമ്മുടെ കയ്യെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിനെ കുറിച്ച് നമ്മുടെ കയ്യെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീജി പറഞ്ഞ വില്ലേജിലോട്ടാണ് ഗൈസ് നമ്മുടെ ഇനിയുള്ള യാത്ര. സോ ഗൈസ് അപ്പോൾ ആ വില്ലേജ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ മൈൻക്രാഫ്റ്റ് വീഡിയോസിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.